ദല്ലാൽ നന്ദകുമാറിനെ കണ്ടുവെന്ന് സ്ഥിരീകരിച്ച അനിൽ ആന്റണിയും പി.ജെ. കുര്യനും. എന്നാൽ ഇരുവരും CBI അഭിഭാഷക നിയമനത്തിൽ തട്ടിപ്പ് നടത്തിയെന്ന നന്ദകുമാറിന്റെ ആരോപണം നിഷേധിച്ചു. AK ആന്റണിയുടെ പേരിൽ അനിൽ ആന്റണി 25 ലക്ഷം രൂപയുടെ നിയമന തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു ദല്ലാൽ നന്ദകുമാറിന്റെ ആരോപണം. അതേസമയം വിവാദത്തിനു പിന്നിൽ കോൺഗ്രസ് ആണെന്നും തട്ടിപ്പുകാരൻ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയാണെന്നും അനിൽ ആന്റണി പ്രതികരിച്ചു. 2013 CBI സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനത്തിനായി 25 ലക്ഷം രൂപ അനിൽ ആന്റണി കോഴയായി കൈപ്പറ്റിയെന്നായിരുന്നു ദല്ലാൽ നന്ദകുമാറിന്റെ ആരോപണം. സുഹൃത്തിന് നിയമനം ലഭിച്ചില്ലെന്നും തുടർന്ന് P.J. കുര്യനും P.T. തോമസും ഇടപെട്ടാണ് പണം തിരികെ നൽകിയെന്നും നന്ദകുമാർ പറഞ്ഞിരുന്നു. എന്നാൽ നന്ദകുമാറിന്റെ കോഴയാരോപണം തള്ളിയ അനിൽ ആന്റണി നന്ദകുമാറിനെ കണ്ടുവെന്ന് സമ്മതിച്ചു. ഒരു ലീഗൽ എക്സ്പേർട്ട് എന്നുള്ള രീതിയിൽ പണ്ട് തന്നെ വന്ന് കണ്ടിരുന്നു. 1-2 ആവശ്യങ്ങൾ പറഞ്ഞു, അത് നടക്കത്തില്ലെന്നും പറഞ്ഞ് ഞാൻ കട്ട് ഓഫ് ചെയ്തൊരു വ്യക്തിയാണ്. ദല്ലാലിന്റെ ആരോപണങ്ങൾ പൂർണ്ണമായിട്ടും തള്ളുവാണ്. നിയമനക്കോഴയുമായി ബന്ധപ്പെട്ട് നന്ദകുമാർ തന്നെ വന്ന് കണ്ടിരുന്നുവെന്ന് P.J. കുര്യനും സ്ഥിരീകരിച്ചു. എനിക്കതിനകത്ത് അറിയാവുന്ന ശ്രീ നന്ദകുമാർ ഒരിക്കൽ എന്നെ സമീപിച്ച് ശ്രീ അനിൽ ആന്റണി അദ്ദേഹത്തിന് കുറച്ച് പൈസ കൊടുക്കാനുണ്ട്, അത് കിട്ടിയില്ല, അത് ചോദിച്ചിട്ട് തന്നില്ല, അതിനകത്ത് ഞാനൊന്ന് ആ പൈസ തരാനായിട്ട് പറയണം എന്ന് പറഞ്ഞു. അത് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആ പൈസ കൊടുക്കണമെന്ന് അത് എൻ്റെ എനിക്കതിനകത്ത് അത് അനിൽ ആന്റണിയോടാണോ പറഞ്ഞത്, ആന്റണി സാറിനോടാണോ പറഞ്ഞത് അതെനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഒരാളോട് ഇങ്ങനെ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ആ പൈസ തിരികെ കൊടുക്കണം. അതേസമയം വിവാദങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസ് ആണെന്നും അഴിമതിക്കാരൻ ആന്റോ ആന്റണിയാണെന്നും അനിൽ ആന്റണി. അദ്ദേഹം 12 കോടി ആ ബാങ്കിൽ നിന്ന് മോഷ്ടിച്ചിട്ടുണ്ട്. 4 ബാങ്കുകളിലായിട്ട് ശ്രീ ആന്റോ ആന്റണിയും അദ്ദേഹത്തിന്റെ കുടുംബവും നിരവധി സഹകരണ ബാങ്കുകൾ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നന്ദകുമാറിന്റെ കോഴയാരോപണം കോൺഗ്രസിനെയും BJPയെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.